രണ്ടുപേരും റെഡി ആയോ? അതോ പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയാണോ? ഈടിയായിട്ടാ ഗോലിച്ചേട്ടന്റെ അഹങ്കാരം ഇച്ചിരി കൂടുന്നുണ്ട്. ഒരു ദിവസം എന്നെ ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. അന്ന് ബുൾസൈക്ക് പകരം ബുൾഷിറ്റായിരിക്കും കണ്ണിൽ കാണുന്നത്. അല്ല പിന്നെ നെട്ടയും കോലിയും എന്റെ നല്ല കൂട്ടുകാരാ. ബുദ്ധിയില്ലാത്ത മിത്രങ്ങളെക്കാൾ ബോധമുള്ള ശത്രുക്കളാ നല്ലത്. ഇവരുടെ കാര്യത്തിൽ അതാ കണക്ക്. നിങ്ങളെ രണ്ടുപേരെ ഒരു ദിവസം ഞാൻ ആക്രി കടക്കാരന് വിറ്റിട്ട് അതിന് പകരം പാത്രം വാങ്ങിക്കും. വലുതായി ഒന്നും കിട്ടിയില്ലെങ്കിൽ 2-3 സ്പൂണെങ്കിലും കിട്ടും. ഏയ്, മോട്ടോർ സൈക്കിൾ പോലെ കൂർക്കം വലിക്കുന്ന ടീംസ് ഒന്ന് എണീക്കൂ. ട്രെയിൻ പോയി. ഏയ്, ട്രെയിൻ പോയി. ചുക്കു 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 ചുക്കു. ഇവന്മാർക്ക് ഇത് ശരിയായില്ല. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ ശത്രുക്കൾ ആക്രമിക്കുന്നു. രക്ഷിക്കൂ, എന്നെ ദേ വെള്ളത്തിലിടുന്നേ. എനിക്കിതാ തുരുമ്പ് പിടിക്കുന്നേ. ഇവന്മാർ ഇപ്പോഴും എണീക്കുന്നില്ലല്ലോ. അതെ, ഈ ചോക്ലേറ്റ് ബോക്സ് ആരുടെയാ? ചോക്ലേറ്റ് ഒന്നും ഇല്ല, ഞാനൊരു കള്ളം പറഞ്ഞതാ. ഇങ്ങനെയുള്ള ചതിയം കൂട്ടുകാരാ സ്വിമ്മിംഗ് പൂളാന്നും പറഞ്ഞ് കായലിൽ തള്ളുന്നത്. ഞങ്ങളോട് നീ കള്ളം പറഞ്ഞല്ലേ? ഞങ്ങൾ എന്തുമാത്രം അതിനെ സ്നേഹിക്കുന്നത് നിനക്ക് അറിയാമോ? ആസ് എ ഫ്രണ്ട്. ഞാനെല്ലാം കേട്ടു. സ്നേഹവും പ്രേമവും കൊണ്ട് നിറഞ്ഞിരിക്കല്ലേ നീ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഏയ്, കള്ളം പറയുകയാണെങ്കിൽ എന്റെ അയൽക്കാരൻ സ്പീക്കർ അമ്മാവനെ പോലെ പറയണം. ഒരു തവണ അനൗൺസ്മെന്റ് ചെയ്ത് ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെന്ന്. പക്ഷെ ട്രെയിൻ വന്നത് പാളത്തിലേക്ക്. നിന്റെ തള്ള കഴിഞ്ഞോ? എന്നാ കുറച്ച് കാര്യമുള്ള കാര്യം സംസാരിക്കാം. ഈ പാല് കുടിച്ചോണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മറന്നു. ഇന്നാണ് ട്രെയിൻ. ശരിയാണല്ലോ. ഇന്ന് ട്രെയിനാണോ? എനിക്ക് തോന്നി മൺഡേ ആണെന്ന്. മൺഡേ ആണോ? ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ചയാണെന്ന്. എടാ മണ്ട, രണ്ടും ഒന്നാണ്. മൺഡേയും ട്രെയിനും എങ്ങനെ ഒന്നാകും? എടാ മൺഡേയും തിങ്കളാഴ്ചയും ഒന്നാണെന്ന്. എടാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ബുദ്ധി ഒരേ പാളത്തിലാണോ ഓടുന്നത്? എന്റെ തല പെരുത്ത് കയറുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പശുവിന്റെ അടുത്ത് പോകരുത്. അതെന്താ? കാരണം നിന്റെയൊക്കെ തലക്കകത്ത് വൈക്കോല. അത് പശു തിന്നു കളയും. എങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ട്രെയിൻ പിടിക്കണം. അതെ, എന്റെ വീടിനടുത്തുള്ള പാറച്ചേട്ടന്റെ ട്രെയിൻ പിടുത്തമാണ് പിടുത്തം. അതും നേരെ മുമ്പിൽ ചെന്നിട്ട് ട്രെയിനൊക്കെ പൊട്ടി തരിപ്പണമാവായിരുന്നു. അത് കൊള്ളാലോ. അയാളിപ്പോ എവിടെയാ? പാറച്ചേട്ടൻ ഇപ്പൊ ടൂറിസത്തിൽ ജോലി കിട്ടി. ഇപ്പൊ ഹിൽ സ്റ്റേഷനിലാ ഉള്ളത്. അവിടുന്ന് ആരെങ്കിലും ഹലോ എന്ന് പറഞ്ഞ എക്കോ ആയിട്ട് തിരിച്ചു പറയുന്ന ജോലി. ഹലോ ഹലോ ഹലോ. ഇതിലെന്താ ഇത്ര വലിയ ആരക്കാര്യം? എന്റെ അയൽക്കാരൻ അമ്മാവനും ട്രെയിൻ പിടിക്കുമായിരുന്നു. ശരിക്കും നിൽക്കുന്ന ട്രെയിൻ ആയിരുന്നു. ഇവന്റെ പാറ അമ്മാവനെ പോലെ മരത്തലയനല്ലായിരുന്നു. മുഴുവൻ ട്രെയിൻ ഉടച്ചു കളയാൻ. ചേട്ടാ, ഈ മരത്തലയൻ എന്ന് പറഞ്ഞാൽ എന്താ? മരത്തലയൻ എന്ന് പറഞ്ഞ മരത്തലയൻ. എനിക്ക് മനസ്സിലായി. മരത്തലയൻ എന്ന് പറഞ്ഞാൽ ചേട്ടനെ പോലുള്ളവരാ. ഓയിൽ വരുന്ന മൊത്തം വിളിച്ചു പറയുകയും ചെയ്യും. എന്താണെന്നൊട്ട് അറിയാനും പാടില്ല. ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. ഈ 3 പെട്ടിയിൽ ഏതിലാ സാധനങ്ങളൊക്കെ വെക്കുക? എടാ, ഇതില് വെക്കാം. പക്ഷെ സാധനങ്ങൾ ഒരുപാടുണ്ട്. ഇതില് വെക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഇതില് വെക്കാം.
ഇതിന്റെ സിബെല്ലാം പറ്റിയതാ, കീറിയിട്ടുമുണ്ട്. ആ ഇതിൽ വെക്കാം, ഇത് നല്ലതാണ്. അതില് വെക്കാനാണെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിച്ചേ? ചുമ്മാ ഒരു രസത്തിന്. എടാ നിക്കടാ, ഞാൻ കേറിയിട്ടില്ല. അതെ വണ്ടി നിർത്താൻ. ഇങ്ങനെ മണ്ടന്മാരായ കൂട്ടുകാരെ എനിക്കുള്ളത്. എന്ത് ചെയ്യാനാ, കഴുതകള്. चलो താങ്ക് യു ചേട്ടാ, പെട്ടി വലിച്ചെറിഞ്ഞതിന്. അയ്യോ, മൂന്നാമൻ എവിടെ പോയി? ദേ ഇരിക്കുന്നു മൂന്നാമത്തെ പെട്ടി. എടാ മൂന്നാമത്തെ ബാഗ് അല്ല, മൂന്നാമത്തെ കൂട്ടുകാരൻ എവിടെ പോയിന്ന്. ഗോലിച്ചേട്ടൻ എവിടെ പോയി? അതെനിക്കെങ്ങനെ അറിയാം? ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങളെല്ലാം എന്റെ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണല്ലോ. ഇനി വഴിയിലെങ്ങനെ ഇറങ്ങി പോയോ? ഞാൻ എത്തി. അടിപൊളി. ഈ കഴുത നമ്മുടെ ഗോലിച്ചേട്ടനെ പോലെയാ സംസാരിക്കുന്നേ. കഴുതപ്പുറത്ത് കയറിയാ വന്നത്. നീയൊക്കെ എന്നെ വഴിയിലിട്ടേച്ച് പോകുന്നില്ലേ? വരൂ വരൂ, ട്രെയിൻ എത്തി. ഇതൊരു ചെറിയ കാര്യമല്ലേ, ട്രെയിനിൽ വെച്ച് മാപ്പ് ചോദിക്കാം. വരൂ. ആഹാ, ഇതാണല്ലേ ട്രെയിൻ. പിന്നെ നീ എന്താ വിചാരിച്ചിരുന്നേ? ഞാൻ കരുതി ജിമ്മിൽ ട്രെയിൻ ചെയ്ത് ബോഡി ഉണ്ടാക്കത്തില്ലേ, അതാണ് ട്രെയിൻ എന്നാ. ഒരു കാര്യം പറ, നീ കുട്ടിയായിരുന്നപ്പോ നിനക്ക് തുള്ളിമരുന്ന് തന്നായിരുന്നോ, അതോ തൊണ്ടയിൽ വെച്ചിട്ട് തിരിച്ചെടുത്തോ? ഹലോ, ഇത് ഞങ്ങളുടെ സീറ്റാ. നമ്മുടെ സീറ്റിൽ ആരൊക്കെ കയറി ഇരിക്കുന്നതെന്ന് അറിയുന്നില്ല. എണീക്ക് എണീക്ക്, ഞങ്ങളുടെ സീറ്റിൽ നിന്ന് എണീക്ക്. ഹലോ, നടുക്ക് പോയി നിന്ന് ഡാൻസ് കളിക്കും, ചില്ലറ പൈസകൾ കിട്ടും. ഞങ്ങളുടെ സീറ്റിൽ നിന്ന് മര്യാദക്ക് മാറ്. ഷിക്കാർപൂരിലേക്കുള്ള ടിക്കറ്റാ ഞങ്ങളുടേത്. എന്റെ മുത്തശ്ശനെ പട്ടാളത്തിലാ. ഇത് അറിഞ്ഞാൽ നിന്നെ പഞ്ഞിക്കിട്ട് കളയും. ഓ, ചിരിക്കുന്ന ചിരി കണ്ടോ? ചേട്ടന്റെ കയ്യിൽ നിന്ന് 2 ലഡ്ഡു കിട്ടുമ്പോ ഈ ചിരിയൊക്കെ അങ്ങ് മാറിക്കോളും. നോക്കിക്കോ. കയ്യിന്ന് ഇടിയല്ലോ കൊടുക്കുന്നത്, ലഡ്ഡു ആണോ? എടാ, ഒരിടിയിൽ 2 പല്ലേ പോകത്തുള്ളൂ. മറ്റേ ചേട്ടന്റെ കയ്യിൽ ലഡ്ഡു തിന്നാലുണ്ടല്ലോ, നിന്റെ പല്ല് 3 പോവും. ആ ശരി, എണ്ണീറ്റു. ആ, നിങ്ങളുടെയൊക്കെ പേരെന്താ? എന്റെ പേര് ഗുണ്ടുന്നാ. നിങ്ങളുടെ പേരെന്താ? അപ്പൊ സർനെയിമോ? അതിന് ഞാൻ പേരൊന്നും അല്ല പറഞ്ഞ, ചിരിച്ചതാ. സോപ്പ് വാങ്ങോ, ചെയിൻ വാങ്ങോ, ഇഷ്ടമുള്ളതൊക്കെ എടുക്കോ. ചേട്ടാ, ഈ മൊബൈല് വാങ്ങിക്കോ. ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും ചാർജ് നിൽക്കും. അതെങ്ങനെ? ഫുൾ ടൈം ചാർജിൽ വെച്ചാ മതി. വേണ്ട. ഓ ചേട്ടാ, നിങ്ങളുടെ സൈഡ് പകലാണ്, ഞങ്ങളുടെ സൈഡ് രാത്രിയായി പോയി. അത് അങ്ങനെയോ? എടാ മണ്ട ശിരോമണി, നിന്റെ സൈഡിലെ ജനൽ അടച്ചിട്ടിരിക്കുക. അതൊന്ന് തുറന്നേ നോക്കൂ, എത്ര പ്രകൃതി രമണീയമായ കാഴ്ച. ഇവൻ ചിരിക്കുന്ന കണ്ടതൊന്നും വണ്ടി സ്റ്റാർട്ട് ആകുവാണെന്ന്. എന്തൊരു ചിരിയായത്. നിങ്ങൾ എത്ര പേരാ വന്നിട്ടുള്ളത്? ഞങ്ങള് 3 പേരാ. നിങ്ങളുടെ കൂടെ എത്ര പേരാ? പറയത്തില്ല. ഒരു മിനിറ്റ്. ഏയ്, 2 മണിക്കൂറായി. നമ്മുടെ സ്റ്റേഷൻ എന്താ വരാത്തത്? അതിന് സ്റ്റേഷൻ നമ്മുടെ അടുത്തേക്ക് വരുമോ? നമ്മളല്ലേ സ്റ്റേഷനിലേക്ക് പോകണം. ആരെങ്കിലും ഒന്ന് കൈയടിക്കുന്നേ.
എന്താ ഇത്? ട്രെയിനിൽ പോലും തമാശ ആസ്വദിക്കാൻ ആളില്ലേ? ഈ ആളെന്താണോ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത്? അതെന്താന്ന് വെച്ചാ നിങ്ങൾക്ക് മൂന്നുപേർക്ക് ഷിക്കാർപൂരിലാ പോകേണ്ടത്. അതുകൊണ്ട് എന്താ? ഞങ്ങൾ ഷിക്കാർപൂരിൽ പോയാൽ നിനക്കെന്താ ചിരി വരുമോ? അല്ല, ഇത് ഷിക്കാർപൂരിൽ പോകുന്ന ട്രെയിനൊന്നും അല്ല. ഇത് ഓപ്പോസിറ്റ് സൈഡ് ഹോഷിയാർപൂരിൽ പോകുന്ന ട്രെയിനാ. ഈ കാര്യം ആലോചിച്ച് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ചിരിച്ച് മരിക്കും. എടാ ഞങ്ങള് തെറ്റായ ട്രെയിനിലാ കയറിയെങ്കിൽ നീ എന്താടാ നേരത്തെ പറയാന്? അതിനൊന്നും ചിരി അടക്കാൻ പറ്റിയിട്ട് വേണ്ട എനിക്കൊന്ന് പറയാൻ. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോഴത്തേക്ക് കോമഡി ബുക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പൊ നിങ്ങളുടെ കാര്യം ആലോചിച്ച് ഞാൻ ചിരിച്ച് ഹോഷിയാർപൂരിലൊക്കെ എത്തുമല്ലോ. അതുകൊണ്ടാ. ഷിക്കാർപൂരിൽ പോകുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ നിൽക്കുന്നു. ഷിക്കാർപൂരിൽ പോകുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ നിൽക്കുന്നു. നീ ഇനി ഞങ്ങളുടെ കൂടെ വാടാ, നിന്നെ മുഴുവൻ ചുറ്റിക്കാണിച്ചു തരാം. ഇനി നമുക്ക് ചിരിച്ച് ഷിക്കാർപൂരിൽ പോവാം. നിന്നെ ഇന്ന് ഞാൻ ചിരിപ്പിച്ച് കൊല്ലുവാടാ. ഒരു സുഖമില്ല. വേണ്ട. അപ്പൊ ഞാൻ പോയിട്ട് ടിടിയെ വിളിച്ചോണ്ട് വരാം. ഇവന്റെ ടിക്കറ്റ് ചെക്ക് ചെയ്യണമല്ലോ. അയ്യോ വേണ്ട, എന്നോട് ക്ഷമിക്കൂ. അങ്ങനെയെങ്കിലും ഒരു തമാശ വരാം പെട്ടെന്ന്. ഇച്ചിരി ടൈം പാസ് ആകട്ടെ. ഒരു ഉറുമ്പുണ്ടായിരുന്നു, ഒരാനയുണ്ടായിരുന്നു.